നടേശന്റെ വർഗീയ പരാമർശങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് കരുതുന്നത് എന്ന് INL. മലബാറിൽ UDF നേടിയെടുത്ത വിജയം അത് തെളിയിക്കുന്നു. നിഷ്പക്ഷരായവർക്ക് പോലും അത് പ്രയാസമുണ്ടാക്കുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവും പ്രതികൂലമായി ബാധിച്ചു. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും അതിന്റെ പ്രതിഫലനം കാണാം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ധ്രുവീകരണം UDFന് അനുകൂലമായെന്നും തിരിച്ചടി ആഴത്തിൽ പരിശോധിക്കണമെന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും വലിയ രീതിയിൽ ചർച്ചയായി. അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാവില്ല. അത് ഒരാളുടെ ഒരു പ്രസ്താവനയൊക്കെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അവസാനിക്കുന്നതാണ്. പക്ഷേ അതിനെ വലിയ ഒരു ഇടതുവിരുദ്ധ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി UDF ഉയർത്തിക്കൊണ്ടുവന്നും പ്രചാരണത്തിൽ അവർ മുൻപിൽ നിർത്തിയതും. മുമ്പ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയമായിരുന്നു ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അത് അന്ന് ഒരു തിരിച്ചടിക്ക് വഴി കൊടുത്തിരുന്നു. ഇതും കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും അതിൻ്റെ പ്രതിഫലനം കാണാൻ പറ്റും. കാരണം UDF വല്ലാതെ അവിടെ ഇരച്ചു കയറിയിരിക്കുന്നത് ഇതിൻ്റെ ഫലമായിരിക്കാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബു വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ബെൻസൻ, ഗുഡ് മോർണിംഗ്. ഈ വിലയിരുത്തൽ നമുക്ക് ഏറെക്കുറെ ശരിയാണെന്ന് തോന്നും. കാരണം മധ്യ കേരളത്തിൽ നിന്നാണ്, മധ്യ വടക്കൻ കേരളത്തിലാണ് കൂട്ടത്തോടെ ഈ LDFന് വോട്ട് നഷ്ടമായിരിക്കുന്നത്. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശം, അങ്ങനെ തന്നെ പറയാം അല്ലേ, ഒരു വർഗീയ പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തി. അതും ഒരു വിഭാഗം ജനങ്ങളെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്ന, അവർക്ക് ഈ ദോഷകരമായ രീതിയിൽ അവരെ ഈ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലൊരു പരാമർശം നടത്തി. ആ വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി ഒരേ കാറിൽ യാത്ര നടത്തി. അയ്യപ്പ സംഗമ വേദിയിലേക്ക് രണ്ടുപേരും എത്തിയത് ഒരേ കാറിലാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിലാണ് വെള്ളാപ്പള്ളി നടേശനും എത്തിയത്. അന്ന് തന്നെ ഉയർന്നതാണ് ഇത് നൽകുന്ന സന്ദേശം എന്താണ് എന്നൊരു ചോദ്യം അന്നേ ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ വോട്ടിൽ സംഭവിച്ചിരിക്കുന്നതും അതൊക്കെ തന്നെയാണ്, ജനങ്ങൾ ചർച്ച ചെയ്തതും അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാണോ ഇപ്പം ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബെൻസൻ, ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ തിരിച്ചടി, അതിന് പ്രധാന ഘടകകക്ഷി കൂടിയായിട്ടുള്ള INL വിലയിരുത്തുന്നത് ഈ നിലയിലൊക്കെയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം, അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾ, അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ധ്രുവീകരണം, അത് UDFന് അനുകൂലമായി. വികസനം വേണ്ടത്ര ചർച്ചയായില്ല. ചർച്ചയാവാതിരിക്കാൻ കോൺഗ്രസ് ലീഗ് നേതാക്കൾ ശ്രമിക്കുന്നു. അതിനായി പ്രൊഫഷണൽ PR ടീമുകൾ വരെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള പല വിശദീകരണങ്ങൾ അല്ലെങ്കിൽ വിശകലനം ാണ് INLന്റെ അവരുടെ ഒരു പരിശോധനയിൽ കാണാൻ സാധിച്ചത്. അതായത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്, അത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് INL കരുതുന്നത്. അത് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന നിലയിൽ കാണാൻ സാധിച്ചു എന്നവർ വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം വിശ്വാസികളിൽ കാര്യമായി തന്നെ അവർക്കൊരു അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്, പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് INLന്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശങ്ങൾ, അതൊരു ഘട്ടത്തിലും അതിനെ തിരുത്താനുള്ള ഒരു ശ്രമം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതും വലിയ ചർച്ചാ വിഷയമായി എന്നത് തന്നെയാണ് കണക്കാക്കുന്നത്. അതിന്റെ പ്രതിഫലനമായിരുന്നു മലബാറിൽ അത്രത്തോളം വലിയൊരു തിരിച്ചടി LDFന് നേരിട്ടത് എന്നതാണ് INL കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയോടെയായിരുന്നു മുന്നണി ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ അസ്ഥാനത്തായിരുന്നു അതിന് ലഭിച്ച ഫലം. പക്ഷേ അത് എത്രത്തോളം തിരിച്ചടി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത്രത്തോളം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ LDF മുന്നണിക്ക് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് INL പറയുന്നത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ധ്രുവീകരിച്ചത്, അല്ലെങ്കിൽ അവരുടെ ധ്രുവീകരണം അത് UDFന് അനുകൂലമാകുന്ന നിലയിലേക്ക്, അവർക്ക് വോട്ടിൽ വർദ്ധിക്കുന്ന നിലയിലേക്കാണ് എത്തിയത്. അതോടൊപ്പം തന്നെ വികസനം ചർച്ചയായില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളാണ് ചർച്ചയായത്, വികസനം ചർച്ചയായില്ല. വികസനം ചർച്ചയാവാതിരിക്കാനുള്ള ശ്രമം UDF നേതാക്കളുടെ, അതായത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിനായി PR സംഘങ്ങളെ അവർ ഉപയോഗിച്ചു എന്നും INL നേതാക്കൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ടീമുകൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായിട്ടല്ല കാര്യങ്ങൾ സംസാരിക്കുക, അതായത് PR ടീമുകൾ വസ്തുനിഷ്ഠമായും സത്യസന്ധമായിട്ടുമല്ല കാര്യങ്ങൾ സംസാരിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായും INL ഉയർത്തി കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഈ
ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ, അതിന് ജമാഅത്തെ ഇസ്ലാമിയെ പാർട്ടി നേതൃത്വം വലിയ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. ഗോവിന്ദൻ മാഷ്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വലിയ രൂക്ഷമായി തന്നെ വിമർശിക്കുമ്പോൾ അത് ഒരു സമുദായത്തിനെതിരെ വിമർശനം ഉയരുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ നിലയിൽ അത് ചിത്രീകരിക്കപ്പെടുന്നതായിട്ട്, അതായത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് ഉള്ള കടന്നാക്രമണം അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമായി ചിത്രീകരിക്കപ്പെടുന്നു. അതും ആ നിലയിലുള്ള ചർച്ചയും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് INL നേതൃത്വം വിലയിരുത്തുന്നത്. കാസിം ഇരിക്കൂറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അവരുടെ പാർട്ടി ആ നിലയിലാണ് അതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു തിരുത്തൽ ഇക്കാര്യങ്ങളിലെല്ലാം വേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ മുൻപോട്ട് പോകണം എന്നത് തന്നെയാണ് INL-ന്റെ നിലപാട്. ഓക്കെ ബെൻസൺ.